ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ അടുക്കളയിലേക്കാട്ടോ പോയത്. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഇഡലി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറിനുള്ള പരിപ്പും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പതിവ് പോലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. ചായ നമുക്ക് മസ്റ്റാണല്ലോ, അതുകൊണ്ട് ചായ എടുത്ത് കുടിച്ചേ. കാശി എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അവൻ എണീറ്റത്. ഒത്തിരി ലേറ്റായിട്ടല്ല കേട്ടോ, എന്നാലും ലേറ്റായിട്ടാണ് എണീറ്റത്. ദേ ചോറൊക്കെ വേകാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അമ്മ ദേ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. കട്ട് ചെയ്ത് തീരാറായിട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. സൺഡേ ഞങ്ങളിവിടെ പൊതുവേ അമ്പലത്തിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതേ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടേ. ഇഡലിക്കുള്ള മാവ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഇഡലി ചൂടാനായിട്ട്. അപ്പോൾ അതേ കുറച്ച് ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണേ. ആദ്യമൊക്കെ ഉണ്ടാക്കിയ ഇഡലി ഇതേ വേറൊരു ചൂടാറാ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. ഇഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതേ ലാസ്റ്റ് സെക്ഷൻ ഇഡലിയാണ് ഇത് ചുടുന്നത്. അങ്ങനെ ഇഡലിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇഡലി മാവൊക്കെ ഒഴിച്ച് ഇഡലി തട്ടൊക്കെ ഫില്ലാക്കി മൂടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ മുറ്റത്തേക്കാട്ടോ. മഴയൊക്കെ പോയല്ലോ, അപ്പോൾ ജസ്റ്റ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നമ്മുടെ പൂക്കളുടെ അടുത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചേ. മഴ വന്ന് പോയതുകൊണ്ട് പൂക്കൾക്കൊക്കെ നല്ല ഉഷാറായിട്ടാട്ടോ നിൽക്കുന്നത്. ആ മഴത്തുള്ളിയൊക്കെ പൂക്കളിലുണ്ട്. അപ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വീട്ടിലെ ചെത്തി കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി വേനലൊക്കെ ആകുമ്പോഴത്തേക്കും സീസൺ അല്ലല്ലോ ചെത്തിയുടെ, അപ്പോഴത്തേക്കും എല്ലാം തീരുവേ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ദിവസമായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട്. കിളിക്കുഞ്ഞുങ്ങൾ, എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ചെടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അമ്മക്കിളി ഓടി പറന്നു വരുവേ, പിന്നെ നമ്മളെ കൊത്തുട്ടോ. അതുകൊണ്ട് ഞാൻ അധികം അതിൻ്റെ അടുത്തേക്ക് പോയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞപ്പോൾ ഞാൻ കിളീനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കിളിക്കുഞ്ഞുങ്ങൾക്ക് ചിറകൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. കിളിക്കുഞ്ഞുങ്ങൾ തീറ്റ തിന്നാറായിട്ടുണ്ട്. അപ്പോൾ അമ്മക്കിളി തീറ്റ കൊണ്ടുപോയി കൊടുക്കുന്ന കേട്ടോ നിങ്ങൾ ആദ്യം കണ്ടത്. ഇതിന് ഇത്ര സൈസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തിരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിങ്ങനെ വലുതായി വരുന്നതാണ്. നമ്മളെ കൊത്താനുള്ളൊരു ഇതിലാട്ടോ അത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ കിളിയുടെ കുറച്ചും കൂടെ അടുത്തേക്ക് പോയപ്പോൾ അത് കിളിക്കുഞ്ഞുങ്ങളെ സേഫാക്കി അടിയിലേക്ക് ഒതുക്കി വെച്ചിട്ട് അത് കിളിക്കുഞ്ഞുങ്ങളുടെ മുകളിൽ കയറി ഇങ്ങനെ അടയിരിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. നമ്മളെങ്ങാനും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ എന്നെ നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതവിടെ തന്നെ ഇരിപ്പായിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നേ. അടുത്തെന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പൊടികളൊക്കെ ഇച്ചിരി മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ്. കുറച്ച് കൂടുതൽ സാമ്പാർ വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഉച്ചക്കത്തേക്കും നമ്മളെടുക്കും. പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് വിശക്കുമല്ലോ, അന്നേരം ഇഡലി കഴിക്കും കേട്ടോ. അന്നേരം സാമ്പാറും കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഡലി കഴിക്കാൻ നേരത്ത് എന്തെങ്കിലും സെപ്പറേറ്റ് കറി ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സാമ്പാർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിന്നും അങ്ങനെ കേട്ടോ. ഇപ്പോൾ സാമ്പാർ വെച്ചാലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഇഡലിയോ ദോശയോ എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ കൊടുത്തി കഴിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചൂടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ആദ്യം തന്നെ ഞാൻ ഇഡലി സാമ്പാറും കാശിക്ക് കൊടുത്തു കേട്ടോ. കാശിക്ക് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ. അതാണ് നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും അങ്ങനെ കേട്ടോ. അവൻ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഞാൻ അവന് ഫസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ. അതാണെങ്കിൽ നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാം. അങ്ങനെ കാശിക്ക് ഇഡലിയൊക്കെ കൊടുത്തു. ഒരു ഇഡലിയൊക്കെ ആയിട്ടോ കഴിക്കുകയുള്ളൂ. ഇനി അവന് രാവിലെ കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെയാണ് താല്പര്യം. കൂടുതലും ചോറാണ് താല്പര്യം. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചോറും കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എനിക്കുള്ള ഇഡലിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടേ. 3 ഇഡലി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ദോശേനെക്കഞ്ഞും കൂടുതൽ ഇഷ്ടം ഇഡലിയാണ്. ഇവിടെ എല്ലാവർക്കും അതെ കേട്ടോ, ദോശേനെക്കഞ്ഞും കൂടുതൽ ഇഷ്ടം ഇഡലിയാണ്. ഇഡലിയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ അപ്പുറം പോയപ്പോഴത്തേക്കും നമ്മുടെ മണിപ്പയർ ഇല്ലേ, പയറിൻ്റെ മണി മാത്രമുള്ള ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്, അത് അമ്മ ഇരുന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ ഇടിച്ചിട്ട് ഒലത്താൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളിയൊക്കെ വെച്ച് ഇടിച്ചിട്ട് ഒലത്തൂല്ലേ, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് ഉച്ചക്കത്തേക്ക് അത് ആക്കാനായിട്ടാണ്. പിന്നെ ഞാൻ തുണിയൊക്കെ നനച്ചിട്ടു കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, മഴയൊന്നും ഇല്ലാത്തിരിക്കുന്ന സമയം. അതുകൊണ്ട് വേഗം തുണിയൊക്കെ നനച്ചിട്ട് ഈ ഒരു ഷീറ്റ് ഇട്ടേക്കുന്ന സ്ഥലത്ത് ഞാൻ കുറേ ബെഡ്ഷീറ്റൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ നമ്മുടെ മുറ്റത്ത് ഞാൻ വിരിച്ചിട്ടുണ്ട്. മിറ്റിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മിറ്റിലേക്ക് നല്ല ചൂട് വരും. അപ്പോഴും നമുക്ക് വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഗേറ്റിലൊക്കെ തുണി വിരിച്ചിട്ടിട്ടുണ്ടേ. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഉണക്ക കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ കുതിരാനായിട്ട്. അത് രാവിലെ എടുത്തിട്ടതാണേ. ഉണക്ക കപ്പയും പോർക്ക് കറിയും വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ പോർക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
ഇത് വൈകുന്നേരത്തേക്ക് നമ്മൾ വെക്കും കേട്ടോ. അപ്പോൾ അതേ കാശിരി വാഷ് ബേസിനിൽ കുറേ ബബിൾസൊക്കെ വിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിട്ടില്ല കേട്ടോ അവനെ. ചെറുതായിട്ട് മഴ കൊള്ളുന്നുണ്ടായിരുന്നു, അപ്പം അകത്ത് തന്നെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ അതേ നമ്മുടെ മണിപ്പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മണിപ്പയർ കറി വയ്ക്കാൻ പോവാണേ. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മണിപ്പയറും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. മണിപ്പയർ വേവിക്കാൻ വെച്ച നേരത്ത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പ് ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പയറൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ മണിപ്പയർ ഇടിച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇടിച്ചിട്ട് ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ കാച്ചിയെടുത്തിട്ടുണ്ടേ. പൊതുവേ ഞങ്ങളുടെ ഇവിടെ ആരും അങ്ങനെ പപ്പടം കൂട്ടാറില്ല കേട്ടോ. ഇടയ്ക്ക് ഞാനും പപ്പടം കാച്ചിയാലും ഉള്ളൂ കേട്ടോ. ഇന്നെന്തോ പപ്പടം കാച്ചിട്ടോ. അങ്ങനെ ഞാൻ കാശിക്ക് ചോറ് കൊടുക്കുവാണേ. ഉച്ചയായിട്ടോ. അപ്പം കാശിക്ക് മുളകിടാത്ത മണിപ്പയറാണേ, വേവിച്ച് മാത്രം ഉപ്പൊഴിച്ച് മാത്രം വെച്ചത്. അങ്ങനെ ഞാൻ കാശിക്ക് ചോറൊക്കെ കൊടുത്തുട്ടോ. പിന്നെ എനിക്ക് ചോറൊക്കെ എടുത്തേ. അപ്പോൾ നമുക്ക് കറി സാമ്പാറും മണിപ്പയർ തോരൻ ഇടിച്ചിട്ട് ഒലത്തിയതും പിന്നെ നമ്മുടെ പപ്പടമാണേ. പിന്നെ ഒരു ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്കക്കപ്പയൊക്കെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കുവാണേ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് മുളക്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക മാത്രമേ കേട്ടോ ചെയ്യാവുള്ളൂ. പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. തേങ്ങയ്ക്കകത്തേക്ക് തേങ്ങ, നമ്മുടെ മുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി ഇതാട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കുത്തി നോക്കുവാണേ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് താഴേക്ക് പോകില്ല കോല്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അരപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കണേ. നമ്മുടെ കപ്പയുടെ നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ അമ്മ നന്നായിട്ട് കപ്പയൊക്കെ നല്ല മിക്സാക്കി നല്ല വെണ്ണ പോലെ എടുത്തിട്ടുണ്ടേ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. നമുക്ക് ഈ മഴയത്തൊക്കെ ഇങ്ങനെ ഉണക്കക്കപ്പയൊക്കെ വേവിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഉണക്കക്കപ്പ, ചിക്കൻ കറി, പോർക്ക് കറി ഇതൊക്കെയാണ് ഉണക്കക്കപ്പയുടെ കൂട്ടത്തിലുള്ള കോമ്പിനേഷൻ. പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ അടിപൊളിയായിരിക്കും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർക്ക് കറി വെക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ പോർക്കൊക്കെ ആ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനുള്ള സവാളയൊക്കെ വരട്ടി നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാവേ. ഈ പോർക്ക് കറിക്കകത്ത് കൂടുതലായിട്ടും നിൽക്കുന്നത് എരിവാണല്ലോ. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. ഇവിടെ എല്ലാവർക്കും ഉണക്കക്കപ്പയും പോർക്ക് കറിയും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്, അവരുടെ അടുത്തു നിന്നാണ് ഉണക്കക്കപ്പ മേടിച്ചത്. അപ്പോൾ എല്ലാവരും മേടിക്കും കേട്ടോ. നമ്മൾ വേനൽക്കാലത്ത് മേടിച്ച് വെക്കുക, എന്നിട്ട് ഉണക്കക്കപ്പ നല്ല മഴക്കാലത്ത് കഴിക്കും. നല്ല രസം കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇതിരുന്ന് കഴിക്കാനായിട്ട്. പണ്ടൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിലിങ്ങനെ അവധിക്കൊക്കെ നിൽക്കാൻ പോകുമ്പം അമ്മയുടെ അമ്മയും ഒക്കെ ഉള്ള സമയത്താണ് അവിടെ ഇങ്ങനെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കപ്പ വാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ കപ്പയെല്ലാം കൂടെ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ പാറയിലിട്ട് ഉണങ്ങും. അതാട്ടോ കപ്പ വാട്ട്. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അതൊക്കെ പണ്ട്, അതൊക്കെ ഒരു കാലം. ഇപ്പം അവരൊന്നും ഇല്ല. ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ആളുടെ അടുത്ത് നിന്നൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഈ കപ്പ വാട്ട് എന്ന് പറഞ്ഞ സംഭവം രാവിലെ തുടങ്ങിയിട്ട് അത് രാത്രിയൊക്കെ ആകുമ്പോഴാണേ തീരുള്ളൂ. അതുപോലെ ഇഷ്ടംപോലെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് കേട്ടോ നമ്മളിങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല രസമാണേ. അപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ മൊത്തം പാറ കേട്ടോ. അപ്പോൾ പാറയിലൊക്കെ ഇങ്ങനെ മുകൾ മുതൽ താഴെ വരെ ഇങ്ങനെ കപ്പ ഉണങ്ങി വേഗം പാറയാകുമ്പോഴത്തേക്കും വേഗം ചൂട് കിട്ടുമല്ലോ. അന്നേരം അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കപ്പയും ഉണക്കക്കപ്പയും പോർക്ക് കറിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ചാറ് എടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പീസ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.